ഫ്രഞ്ച് ഫുട്ബോളർ ആന്റോയിൻ ഗ്രിസ്മാൻ നമ്മുടെ അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ടു പോവുകയാണ് എന്നുള്ളത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. ആദ്യ ന്യൂസ് ഇപ്പോൾ നിലവിൽ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു ലെജൻഡാണ് ഗ്രിസ്മാൻ എന്ന കാര്യത്തിൽ ആരും സംശയം ഉണ്ടാവില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിലെ ഗ്രിസ്മാന്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഏകദേശം 488 കളികൾ കളിച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്കാരന്റെ ഫസ്റ്റ് സ്പെല്ലിലും സെക്കൻഡ് സ്പെല്ലിലും ടോട്ടലായിട്ട് വരുന്ന കാര്യമാണ്. 488 ഗെയിംസ് കളിച്ചിട്ടുണ്ട്. അതിൽ 211 ഗോളുകളും 92 അസിസ്റ്റുകളും ചെങ്ങായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം 488 കളികളിൽ നിന്ന് 300-ന് മുകളിൽ ഈ ചെങ്ങായി ഗോൾ കോൺട്രിബ്യൂഷൻ അത്ലറ്റിക്കോയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ആള് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആളൊരു പക്ക റൈറ്റ് വിങ്ങോ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറോ എന്നല്ല, ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിലൊക്കെ കളിക്കുന്ന ചെങ്ങായാണ് നമ്മുടെ ഗ്രിസ്മാൻ. ആണെങ്കിൽ ലെഫ്റ്റ് ഫുട്ട് ആയതുകൊണ്ട് കുറച്ച് ലെഫ്റ്റ് ഫുട്ട് ആ ഒരു സൈഡിൽ കളിക്കുന്ന പ്ലെയർ ആണ്. പക്ഷെ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു അമേസിംഗ് സ്റ്റാറ്റ്സ് പുള്ളിക്കാരന്റെ കയ്യിലുണ്ട്. ഇനി അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എത്ര ടൈറ്റിലുകൾ പുള്ളിക്കാരൻ വിൻ ചെയ്തു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 കിരീടങ്ങൾ അത്ലറ്റിക്കോയുമായി നേടിയിട്ടുണ്ട്. അതിൽ ഒരു യൂറോപ്പ ലീഗ് കിരീടം, ഒരു UEFA സൂപ്പർ കപ്പ്, പിന്നെ ഒരു സ്പാനിഷ് സൂപ്പർ കപ്പ്. അങ്ങനെ 3 കിരീടങ്ങളാണ് അത്ലറ്റിക്കോക്കൊപ്പം ഈ ചങ്ങായി നേടിയിട്ടുള്ളത്. ഇനി അൺഫോർച്ചുനേറ്റ്ലി ഇത്രയും കാലം കളിച്ചിട്ടും ഒരു വട്ടം പോലും ലാലിഗ അടിച്ചിട്ടില്ല. അതായത് ബാസ ലാലിഗ അടിച്ചപ്പോൾ ഒന്നും ഗ്രിസ്മാൻ അങ്ങോട്ട് വന്നതുമില്ല. അത്ലറ്റിക്കോ ലാലിഗ അടിച്ച സമയത്ത് ഗ്രിസ്മാൻ ബാസയിലുമായിരുന്നു. അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥ ഗ്രിസ്മാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഗ്രിസ്മാന്റെ ബാക്കി ക്ലബ്ബുകളുടെയൊക്കെ നമ്മുടെ സ്റ്റാറ്റ്സ് കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഗ്രിസ്മാൻ പണ്ട് മുതൽ തന്നെ അവിടെ സ്പെയിനിൽ കളിക്കാൻ തുടങ്ങിയ പ്ലെയറാണ്. അപ്പോൾ ആദ്യം പുള്ളിക്കാരൻ നമ്മുടെ റിയൽ സോസിഡാഡിലായിരുന്നു കളിച്ചിരുന്നത്. അവിടെ ഏകദേശം 202 കളികൾ കളിച്ചിട്ടുണ്ട്. അവിടെ നിന്നും 52 ഗോളുകളും 18 അസിസ്റ്റുകളുമാണ് ഗ്രിസ്മാന്റെ സമ്പാദ്യം. പിന്നെയാണ് നമ്മൾ പറഞ്ഞ അത്ലറ്റിക്കോയിലേക്ക് പോയി. പിന്നെ അതിനുശേഷം ബാസയിലേക്ക് ഒരു വട്ടം വന്നിരുന്നു. ബാസയിൽ പുള്ളിക്കാരൻ 102 കളികൾ ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 35 ഗോളുകളും 17 അസിസ്റ്റുകളുമാണ് പുള്ളിക്കാരന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ബാസയിലെ സമയം അത്ര നല്ല സമയമൊന്നും അല്ലായിരുന്നു. ബാസക്കും ആ സമയം ഒരു മോശം സമയമായിരുന്നു. ബട്ട് നിലവിൽ ഇപ്പോൾ ഗ്രിസ്മാനെ ഏതായാലും പോകുന്ന അറിയിച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തെ ലാലിഗ ഏതായാലും കിട്ടൂല. ചാമ്പ്യൻസ് ലീഗ് കളിക്കലും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പിന്നെ സ്പാനിഷ് സൂപ്പർ കപ്പ് പോയി. ഇനി ഈ കൊല്ലം കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ ഗ്രിസ്മാനും കൂട്ടരി എത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ ഇനി ഗ്രിസ്മാന് ആ ഒരു കിരീടം നേടാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതാണ്. പുള്ളിക്കാരൻ 2 വട്ടം ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനൽ തോറ്റിട്ടുണ്ട്. 2014-ലും പിന്നെ 2014 അത്ലറ്റിക്കോയിൽ ഗ്രിസ്മാൻ ഉണ്ടോ വെച്ചറിയില്ല. പക്ഷെ ഏതായാലും 2016 ഗ്രിസ്മാൻ ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു നമ്മുടെ റിയൽ മാഡ്രിഡ് ആണ് ആ ഒരു UCL കിരീടം നേടിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്കാരനെ അടിക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റിൽ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ഉപകാരപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക.